നമസ്കാരം. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള മുന്നൊരുക്കങ്ങൾ ടീമുകൾ ശക്തമാക്കിയിരിക്കുകയാണ്. പാകിസ്ഥാൻ ആതിഥേയരാകുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മത്സരങ്ങൾക്ക് ദുബായിയാണ് വേദിയാകുന്നത്. പാകിസ്ഥാന്റെ മുൻ ഹോം ഗ്രൗണ്ടായ ദുബായിൽ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ ടീമിനെ ഇന്ത്യക്ക് കളത്തിലിറക്കിയേ മതിയാകൂ. ഇന്ത്യയെ സംബന്ധിച്ച പല കാര്യത്തിലും വലിയ ആശയക്കുഴപ്പങ്ങളുണ്ട്. നായകനായി രോഹിത് ശർമ്മ വേണോ അതോ പുതിയ നായകനെ കൊണ്ടുവരണമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ത്യക്ക് ശക്തമായ ടീമിനെ തന്നെ കളത്തിലിറക്കേണ്ടതായി ഉണ്ട്. എന്നാൽ ടീം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പല ആശയക്കുഴപ്പങ്ങളും സെലക്ടർമാർക്ക് മുന്നിലുണ്ട്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ടീമിനെ നിർദ്ദേശിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ നായകനും സൂപ്പർ താരവുമായ സുനിൽ ഗവാസ്കർ. രോഹിത് ശർമ്മയ്ക്ക് കീഴിലുള്ള ടീമിനെയാണ് ഗവാസ്കർ നിർദ്ദേശിച്ചത്. ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ടീമിന്റെ 4-ാം നമ്പറിൽ ശ്രേയസ് അയ്യർ വേണമെന്നും ഗവാസ്കർ പറയുന്നുണ്ട്. മികച്ച റെക്കോർഡുള്ള താരമാണ് ശ്രേയസ് അയ്യർ. 4-ാം നമ്പറിൽ കളിക്കാൻ ഏറ്റവും യോഗ്യൻ ശ്രേയസ് ആണെന്നും ഗവാസ്കർ പറയുന്നുണ്ട്. നിലവിൽ ടീം മാനേജ്മെന്റുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ഇന്ത്യൻ ടീമിന് പുറത്താണ് ശ്രേയസ് ഉള്ളത്. സമീപകാലത്തായി നായകനായും ബാറ്ററായും ആഭ്യന്തര ക്രിക്കറ്റിലും IPL-ലും അദ്ദേഹം തിളങ്ങുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ശ്രേയസ് അയ്യരെ ഇന്ത്യക്ക് കണ്ടില്ല എന്ന് നടിക്കാനാകില്ല. ശ്രേയസ് അയ്യരെ ഇന്ത്യ ടീമിൽ ഉൾപ്പെടുത്തണം എന്നതാണ് ഗവാസ്കർ നിർദ്ദേശിക്കുന്നത്. ഇന്ത്യയുടെ മധ്യനിരയിൽ ശ്രേയസ് ഇടം നേടാനാണ് സാധ്യത കൂടുതലെന്ന് തന്നെ പറയാം. സഞ്ജു സാംസൺ ഇന്ത്യയുടെ T20 ടീമിന്റെ ഓപ്പണറായി മിന്നിക്കുകയാണ്. 3 സെഞ്ചുറി അടക്കം നേടി കയ്യടി നേടിയെടുക്കാൻ സഞ്ജു സാംസന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിൽ ഏകദിന ടീമിന് പുറത്താണ് സഞ്ജു ഉള്ളത്. 56-ന് മുകളിലാണ് സഞ്ജുവിന്റെ ഏകദിന ശരാശരി. എന്നാൽ ഏകദിനത്തിലേക്ക് സഞ്ജുവിനെ സെലക്ടർമാർ ഇപ്പോൾ പരിഗണിക്കുന്നില്ല. സഞ്ജുവിന്റെ സമീപകാല ഫോം വിലയിരുത്തുമ്പോൾ സഞ്ജുവിനെ തള്ളിക്കളയാനാകില്ല എന്നാണ് ഗവാസ്കർ പറയുന്നത്. വിക്കറ്റ് കീപ്പർ റോളിൽ ഋഷഭ് പന്തും സഞ്ജു സാംസണും കളിക്കുമ്പോൾ KL രാഹുൽ സ്പെഷ്യലിസ്റ്റ് ബാറ്ററിന്റെ റോളിൽ ടീമിൽ വേണമെന്നാണ് ഗവാസ്കർ പറയുന്നത്. രാഹുലിനെ ഏകദിന ടീമിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കില്ല എന്നും ഗവാസ്കർ പറയുന്നുണ്ട്. ഇന്ത്യയുടെ സ്പിൻ ബൗളിംഗ് നിരയിൽ അക്ഷർ പട്ടേൽ വേണ്ട എന്നാണ് ഗവാസ്കർ പറയുന്നത്. സീനിയർ താരമായ രവീന്ദ്ര ജഡേജയ്ക്കൊപ്പം സ്പിൻ സ്പെഷ്യലിസ്റ്റായി കുൽദീപ് യാദവ് കളിക്കണം എന്നാണ് നിർദ്ദേശം. ഇടം കയ്യൻ പേസറായി അർഷ്ദീപ് സിംഗ് വരുമെന്ന അഭ്യൂഹം ശക്തമാണ്. എന്നാൽ ഇന്ത്യയുടെ പേസ് നിരയിൽ ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ് എന്നിവർ മതി എന്നാണ് ഗവാസ്കർ പറയുന്നത്. പേസ് ഓൾറൗണ്ടർമാരായി ഹർദിക് പാണ്ഡ്യയെയും നിതീഷ് കുമാർ റെഡ്ഡിയെയുമാണ് ഗവാസ്കർ നിർദ്ദേശിച്ചിരിക്കുന്നത്. നിതീഷ് ഇതിനോടകം തന്നെ T20-ലും ടെസ്റ്റിലും മികവ് തെളിയിച്ചിട്ടുള്ളതാണ്. ഏകദിനത്തിലും മിന്നിക്കാൻ നിതീഷിന് സാധിച്ചേക്കുമെന്നും കരുതുന്നുണ്ട്. യശസ്വി ജയ്സ്വാളിന് ഏകദിന ടീമിലേക്ക് വിളി നൽകണമെന്നും ഗവാസ്കർ പറയുകയാണ്.